അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെക്കാളും നമ്മളെ പോലെ തന്നെ ബിസിനസ്സാക്കി കച്ചവടങ്ങളാക്കി അവർ ഭാര്യയും മക്കളെയും പോറ്റി അവരെക്കാളും മരിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈകളിലേക്ക് ഇസ്ലാം എത്തുമായിരുന്നോ? നിസ്കരിക്കാൻ നമുക്ക് അറിയുമായിരുന്നോ? ഈ നിസ്കരിക്കാൻ പഠിച്ചതും നോമ്പ് നോക്കാൻ പഠിച്ചതും ഞങ്ങളിപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നാലെ വലിയ കഠിനാധ്വാനം ചെയ്ത ഇമാമുകൾ അവരുടെ പരിശ്രമത്തിന്റെ ഫലമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. വലിയ കഠിനാധ്വാനം ചെയ്തവർ, വലിയ ത്യാഗങ്ങളാണ് അവർ ചെയ്തത്. ഞാൻ ചുരുക്കുന്നു, നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ശരീരങ്ങൾ പോലും അവർ കണക്കെടു നിൽക്കാതെ സ്വന്തം ശരീരം സമർപ്പിച്ചു പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി. ശരീരം കൊണ്ടും മുതലുകളെ കൊണ്ടും വലിയ ജിഹാദ് ചെയ്തവരായിരുന്നു സ്വഹാബത്തും. അതുപോലെ അതിന് ശേഷം വന്ന മഹാന്മാർ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമല്ലോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് അസ്സഹ്മി റളിയല്ലാഹു അൻഹു. ഓ എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് അസ്സഹ്മി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ശിഷ്യനായിരുന്ന ഒരു സ്വഹാബിയായിരുന്നു. ആ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് അസ്സഹ്മി റളിയല്ലാഹു അൻഹു റോമുകാരുമായി ക്രിസ്ത്യാനികളുമായി നടന്ന ഒരു യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് അസ്സഹ്മി റളിയല്ലാഹു അൻഹുവിനെ ക്രിസ്ത്യാനികൾ പിടികൂടുകയാണ്. ക്രിസ്ത്യാനികൾ ബന്ദ് ചെയ്യുന്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ. അങ്ങനെ രാജാവിന്റെ ക്രിസ്ത്യാനിയാകുന്ന റോമിലെ ചക്രവർത്തിന്റെ മുന്നാലെ കൊണ്ടുപോയി അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ നിർത്തുന്നു. കാണുമ്പോൾ സുന്ദരനായ ചെറുപ്പക്കാരനാണ്, നല്ല ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. ആ സമയത്ത് ചക്രവർത്തി പറഞ്ഞു, ഓ അബ്ദുല്ലാഹ്, നീ എന്റെ മതം സ്വീകരിക്കുകയാണെങ്കിൽ, ക്രൈസ്തവ മതത്തിലേക്ക് നീ വരുകയാണെങ്കിൽ, എന്റെ ഈ വിചാരമാകുന്ന ഈ കൊട്ടാരവും സാമ്രാജ്യവും അതിന്റെ പകുതി ഭാഗം എനിക്ക് ഞാൻ തരാം. ആ സമയത്ത് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ ചക്രവർത്തി, നിങ്ങളെ കൊട്ടാരത്തിന്റെ പകുതി ഭാഗമല്ല, മുഴുവൻ എനിക്ക് തന്നാൽ പോലും നിങ്ങളെ മതം ഞാൻ സ്വീകരിക്കുന്നതല്ല. ആ സമയത്ത് അതാ ദ്വേഷം പിടിച്ച ചക്രവർത്തി തന്റെ പട്ടാളക്കാരോട് പറയുന്നു, ഈ അബ്ദുല്ലാഹിനെ തൂക്കുമരത്തിലേക്ക് നിങ്ങൾ കയറ്റണം, എന്നിട്ടോ അബ്ദുല്ലാഹിന്റെ കാലിലേക്ക് നിങ്ങൾ അമ്പെറിയണം. അങ്ങനെ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിലേക്ക് കയറ്റുന്നു. പട്ടാളക്കാർ വന്നുകൊണ്ട് മൂർച്ചയുള്ള അമ്പ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ കാലിലേക്ക് എറിയുന്നു. കാലിൽ തറച്ചുകൊണ്ട് കാലിൽ നിന്ന് രക്തം ഒലിക്കുന്നു. ആ സമയത്ത് പോലും അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പതറുന്നില്ല. ഇസ്ലാം ഞാൻ വിട്ടുകൊണ്ട് നിങ്ങളെ മതത്തിലേക്ക് വരുമെന്ന് പറയുന്നില്ല. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ചക്രവർത്തിയോട് പറയുന്നു, നീ എന്നെ കൊന്നാൽ പോലും നിന്റെ മതം ഞാൻ സ്വീകരിക്കൂല. ആ സമയത്ത് ചക്രവർത്തി അതാ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ നിന്ന് ബന്ദ് ചെയ്യപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെട്ട മൂന്നാളുകളെ വരുത്തുന്നു. വലിയ ഒരു പാത്രം എടുത്തുകൊണ്ട്, ചെമ്പിന്റെ പാത്രം എടുത്തുകൊണ്ട് എണ്ണ ഒഴിക്കുന്നു. ആ എണ്ണയുടെ അടിഭാഗത്ത് തീ കത്തിക്കുന്നു. എണ്ണ തിളക്കുന്ന സമയത്ത് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മുന്നിൽ നിർത്തിക്കൊണ്ട് മൂന്നാളുകളെ ആ ചൂടുള്ള തിളക്കുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയുന്നു. ആ എണ്ണയിൽ വീണ് വെന്ത് മരിച്ചു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് കണ്ടപ്പോഴേക്ക് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് അസ്സഹ്മി റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിക്കുകയാണ്. ആ സമയത്ത് ചക്രവർത്തി മനസ്സിലാക്കി പോയി, മരിക്കുന്നതിനെ പേടിച്ചല്ലോ അബ്ദുല്ലാഹ്, ഇനിയാരും എന്റെ മതത്തിലേക്ക് വരുമല്ലോ. അങ്ങനെ ചക്രവർത്തി ചോദിക്കുന്നു, അബ്ദുല്ലാഹ്, എന്തേ എന്റെ മതം സ്വീകരിക്കുന്നു? മരണത്തിന് പേടിയാകുന്നുണ്ടോ? നീ എന്റെ മതത്തിലേക്ക് വരാൻ തയ്യാറാണോ? എന്തിനാ നീ കരഞ്ഞത്? ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് അസ്സഹ്മി പറയുന്നു, ചക്രവർത്തി, ഞാൻ കരഞ്ഞത് ഈ എണ്ണയിൽ വീണ് മരിക്കാനുള്ള ഒരു ദുർഗതി, അല്ലെങ്കിൽ എനിക്ക് മരിക്കേണ്ടി വന്നൊരവസ്ഥ ഉണ്ടല്ലോ എന്ന് പേടിച്ചത് കൊണ്ടല്ല. ഞാൻ കരഞ്ഞു പോയത് എനിക്ക് എന്റെ ശരീരം ഒന്ന് മാത്രമാണല്ലോ ഉള്ളത്.
പടച്ചവൻ എനിക്ക് തന്ന ശരീരം ഒന്ന് മാത്രമാണല്ലോ ഉള്ളത്. എന്റെ ശരീരത്തിലുള്ള രോമത്തിന്റെ കണക്കനുസരിച്ചുകൊണ്ട് എനിക്ക് ശരീരമുണ്ടായിരുന്നുവെങ്കിൽ ആ ശരീരം മുഴുവനും ഈ തിളക്കുന്ന എണ്ണയിലേക്ക് ഇടാനുള്ള തൗഫീഖ് ഭാഗ്യം റബ്ബ് എനിക്ക് തന്നിരുന്നുവെങ്കിൽ എത്ര വലിയ ഭാഗ്യമായിരുന്നു റബ്ബേ. അങ്ങനെയുള്ള ശരീരം പടച്ചവൻ എനിക്ക് തന്നില്ലല്ലോ. ഒറ്റ ശരീരം മാത്രമാണല്ലോ എനിക്ക് തന്നത് എന്ന കാര്യം ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി റളിയല്ലാഹുവിന്റെ മറുപടി നിങ്ങൾ നോക്കണം. എണ്ണയിലേക്ക് വീണ് മരിക്കുന്നതിനെ പേടിച്ചിട്ടല്ല കരയുന്നത്. ശരീരം ഒന്നായി പോയല്ലോ. എന്റെ ശരീരത്തിലെ രോമത്തിന്റെ കണക്കനുസരിച്ചുകൊണ്ട് എനിക്ക് ശരീരമുണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടാണ് മഹാനാകുന്ന കരഞ്ഞിട്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചരിത്രം ചുരുക്കുകയാണ്. അവസാനം രാജാവ് പറയുന്നു, എന്നാൽ അബ്ദുള്ള, ഒറ്റ കാര്യം മാത്രം ഞാൻ പറയുന്നു. നിന്നെ മോചിപ്പിക്കണമെങ്കിൽ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യണം. എന്റെ തല ഒന്ന് കുളിച്ചു ചുംബിച്ചാൽ നിങ്ങളെ ഞാൻ മോചിപ്പിച്ചേക്കാം. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സമീതങ്ങൾ പറയുന്നു, എന്നെ മാത്രം മോചിപ്പിച്ചാ പോരാ, ഞങ്ങളെ കൂടെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആരെല്ലാം ഈ ബന്ദ് ചെയ്തിട്ടുണ്ടോ അവരെ മുഴുവനും നീ മോചിപ്പിക്കുന്നുണ്ടെങ്കിൽ നിന്റെ തല ഞാൻ ചുംബിച്ചേക്കാം. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഹ്മി ആ ചക്രവർത്തിയുടെ തല ചുംബിക്കുന്നു. ചക്രവർത്തി അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഹ്മിയെയും മുസ്ലിങ്ങളെ മോചിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഞാൻ ചരിത്രം പറഞ്ഞില്ല, അവരൊക്കെ ശരീരം സമർപ്പിക്കാൻ പോലും തയ്യാറായിരുന്നു അള്ളാഹുവിന്റെ ദീനിന്റെ വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, ഈ ദീനെ പ്രചരിപ്പിക്കാൻ വേണ്ടി. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ബഖീ ബിൻ മഖ്ലദ് എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു. ആ ബഖീ ബിൻ മഖ്ലദ് റളിയല്ലാഹു അൻഹു ഉന്ദുലൂസ് എന്ന് പറയുന്ന പ്രദേശത്തു നിന്ന്, ആഫ്രിക്കൻ രാഷ്ട്രയുടെ അങ്ങേയറ്റത്തുള്ള ഒരു സ്ഥലമാണ് ഉന്ദുലൂസ്. അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ബഖീ ബിൻ മഖ്ലദ് റളിയല്ലാഹു അൻഹു ബഗ്ദാദിലേക്ക് വരികയാണ്. ബഗ്ദാദിലേക്ക് എത്രയോ ആയിരമല്ല എത്രയോ കിലോമീറ്റർ ഉണ്ട്, അതിനപ്പുറം നടന്ന് യാത്ര ചെയ്തു വരുന്നു ബഗ്ദാദിലേക്ക്. അങ്ങനെ വന്ന് അന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടു തടവിലാണ്. മുഅ്തസിലികൾക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളും അസമങ്ങളുമുള്ള ഒരു കാലമായിരുന്നു. മഹാനായ അഹ്മദ് ബിൻ ഹംബലിനെ വീട്ടു തടവിലാക്കി വെച്ച ഒരു കാലമായിരുന്നു. ആ സമയത്ത് ബഖീ ബിൻ മഖ്ലദ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബലിന്റെ വീട്ടിലേക്ക് നിങ്ങൾ എനിക്ക് ഹദീസുകൾ പറഞ്ഞു തരണം. നിങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഒറ്റ ഹദീസ് ശ്രമിക്കാൻ വേണ്ടി അവർ 1000 കിലോമീറ്റർ അതിനപ്പുറം നടന്നവർ യാത്ര ചെയ്തു. അതുകൊണ്ടാണ് അവർ ആ ഹദീസുകളിൽ നിന്ന് അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ദീനിൽ നിലനിൽക്കുന്നത്. അങ്ങനെ ബഖീ ബിൻ മഖ്ലദ് അഹ്മദ് ബിൻ ഹംബലിനോട് പറഞ്ഞപ്പോ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, ഓ മോനെ, എന്റെ സംഗതി നിങ്ങൾക്കറിയാമല്ലോ, ദർസ് നടത്താൻ പറ്റാത്തൊരവസ്ഥയാണ്, ഹദീസുകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അതുകൊണ്ട് എനിക്കത് പറഞ്ഞു തരാൻ കഴിയില്ല. ആ സമയത്ത് ബഖീ ബിൻ മഖ്ലദ് പറയുന്ന, ഉസ്താദേ, ഞാനൊരു കാര്യം ചെയ്യാം, നാളെ മുതൽക്ക് ഒരു യാചകന്റെ രൂപത്തിൽ ഇങ്ങോട്ട് വരാം, യാചിക്കുന്നവരെ പോലെ ഇങ്ങോട്ട് വരാം, നിങ്ങൾ എനിക്ക് ഹദീസുകൾ പറഞ്ഞു തരണം. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ സമ്മതിക്കുകയാണ്. പിറ്റേ ദിവസം ബഖീ ബിൻ മഖ്ലദ് തന്റെ വസ്ത്രമൊക്കെ അഴിച്ചു വെക്കുന്നു, കീറിപ്പറഞ്ഞ ഒരു വസ്ത്രം ധരിക്കുന്നു, വലിയ തലയെക്കെട്ട് കെട്ടുന്നു, കയ്യിൽ ഒരു വടി പിടിച്ചുകൊണ്ട് ആ വടിയിൽ കുത്തി മഹാനായ ബഖീ ബിൻ മഖ്ലദ് റളിയല്ലാഹു അൻഹു അഹ്മദ് ബിൻ ഹംബലിന്റെ വീട്ടിലേക്ക് വന്ന് ഹദീസുകൾ കേൾക്കുന്നു. ഇത്രക്കും കഷ്ടങ്ങൾ അവർ അനുഭവിച്ചു. അള്ളാഹുവിന്റെ ദീനിൽ ലോകത്ത് നിലനിൽക്കണം എന്ന ഒറ്റ ഉദ്ദേശമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ പ്രവർത്തകന്മാരാകണം, ഖാദിമീങ്ങളാകണം. മഹാന്മാർ അന്നവർ ചെയ്ത ത്യാഗങ്ങളൊന്നും ഇന്ന് നമുക്ക് ചെയ്യേണ്ട അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഇന്ന് നമുക്കില്ല, അവരെ കഷ്ടപ്പാടുകളൊന്നും ഇന്നില്ല. ഇന്ന് ചെറിയ ബുദ്ധിമുട്ട് മാത്രം സഹിച്ചാൽ മതി. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുല്ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലൂ ഹത്താ യഖൂല الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. അല്ലാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം മാത്രം പറഞ്ഞ് ഞാനിത് പ്രസംഗം നിർത്തുന്നു. എല്ലാവരും ആത്മാർത്ഥമായ ചോദ്യം
മനസ്സിൽ എപ്പോഴും വെച്ച് എപ്പോഴും നടക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മുടെ കണ്ണിന്റെ മുന്നാലെ പടച്ചവന്റെ ഈ ചോദ്യം എപ്പോഴും വരണം. ഈ ചോദ്യം നമ്മളോടാണ് പടച്ചവൻ ചോദിക്കുന്നത്, വേറെ ആരോടല്ല. ഇത് ഏതെങ്കിലും ആരോടാണ്, മറ്റേതെങ്കിലും മനുഷ്യരോടാണ്, അല്ലെങ്കിൽ മുസ്ലിയാരോടാണ്, അല്ലെങ്കിൽ പള്ളിയുടെ ഖതീബിനോടാണ്, അല്ലെങ്കിൽ പള്ളിയുടെ കാവ്യാരോടാണ് എന്നാലും വിചാരിക്കണ്ട. ഓരോ മുസ്ലിമിനോടും പടച്ചവൻ ചോദിക്കുന്നു, അം ഹസിബത്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളാരും വിചാരിച്ചിട്ടുണ്ടോ അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പോകുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? സ്വർഗത്തിൽ കടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഏത് നിലയ്ക്ക് വലമ്മായെഴുത്തിക്കും മദലുല്ലദീന ഖലു മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ സമുദായം, നിങ്ങളെ മുൻഗാമികൾ അനുഭവിച്ച പീഡനങ്ങളും കഷ്ടങ്ങളും, ദീനിന് വേണ്ടി അനുഭവിച്ച പീഡനങ്ങളും കഷ്ടങ്ങളും അതൊന്നും അനുഭവിക്കാതെ സ്വർഗത്തിൽ പോകുമെന്നാണോ നിങ്ങളുടെ വിചാരം? അങ്ങനെയാണോ നിങ്ങൾ ഭാവിച്ചിട്ടുള്ളത്? ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. അവർക്ക് വളരെ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വളരെ കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്, പട്ടിണി ഉണ്ടായിട്ടുണ്ട്, വ്യസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കഷ്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത്തരം ബുദ്ധിമുട്ടുകളും അനുഭവിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. അല്ലാഹു തആല പറയുന്നതാണ്. അപ്പോ ആ കഷ്ടങ്ങൾ അനുഭവിക്കാതെ സ്വർഗത്തിൽ പോകുമെന്നാരാണോ വിചാരിക്കുന്നുണ്ടോ? ഈ ചോദ്യം നമ്മുടെ കൽബിൽ എപ്പോഴും ഉണ്ടാക്കണം. ഞാൻ പടച്ചവന്റെ ദീനിനോട് എന്ത് ചെയ്തു? ഞാൻ കുറെ ബിസിനസ് നടത്തി, കുറെ കച്ചവടം നടത്തി, കുറെ കുടുംബം പോറ്റി, വീട് കെട്ടി, കാറ് വാങ്ങി, എല്ലാം വാങ്ങി. അതേ സമയത്ത് അള്ളാഹുവിന്റെ ദീനിനെ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? പടച്ചവന്റെ ദീനിനെ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിൽ വരണം. ആ ചോദ്യത്തിന്റെ മറുപടി നമ്മൾ ദുനിയാവിൽ ഉണ്ടാക്കണം. ആഖിറത്തിൽ മറുപടി പറയാൻ നമ്മൾ ദുനിയാവിൽ തന്നെ അതിന്റെ ഏർപ്പാടുകൾ ഉണ്ടാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ സ്ഥാപനം മൽജഉ ദുആഅത്തി വദ്ദഅവത്തിൽ ഇസ്ലാമിയ, അതിന്റെ പേര് തന്നെ അറിയിക്കുന്നതെന്താ? ഇസ്ലാമിക പ്രബോധനത്തിന്റെ അഭയകേന്ദ്രം, പ്രബോധകന്മാരുടെയും പ്രബോധനത്തിന്റെയും അഭയകേന്ദ്രം. മൽജഉ ദുആ, പ്രബോധകന്മാർക്കുള്ള ദഅവത്ത് നടത്തുന്ന ആളുകൾക്കുള്ള അഭയകേന്ദ്രം. വദ്ദഅവത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക പ്രബോധനത്തിന്റെയും അഭയകേന്ദ്രം. ഇതാണ് ഏറ്റവും നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. അള്ളാഹുവിന്റെ ദീൻ ലോകത്ത് നിലനിൽക്കണം. പരിശുദ്ധ ജമാഅത്ത് ലോകത്തെ എല്ലാ സ്ഥലത്തും എത്തണം. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അവர்கள் കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രവർത്തനം ഞാൻ ചുരുക്കി പറയുന്നു. മൽജഉ ദുആഅത്തി വദ്ദഅവത്തിൽ ഇസ്ലാമിയ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം ഇന്ന് ഒരു സ്ഥാപനവും ചെയ്യാത്ത പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു സ്ഥാപനങ്ങൾ എത്രയോ ഉണ്ട് എങ്കിലും മനുഷ്യന് തീർത്തും വ്യത്യസ്തമാണ്. കാരണം അവിടെ നിങ്ങൾ വന്നാൽ അവിടെ ബിൽഡിംഗ് കാണില്ല, പിന്നെ അവിടെ കാണാൻ പറ്റുന്നത് ഒരു ഷെഡ് മാത്രം, ഒരു ഷീറ്റിട്ട ഒരു ഷെഡ് മാത്രം, വേറൊന്നില്ല. പക്ഷേ ആ ഷെഡിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നടത്തുന്ന പ്രവർത്തനം എന്താ? അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെസ്റ്റൻഗഡി താലൂക്കിൽ വളരെ സാധുക്കൾ ജീവിക്കുന്ന പ്രദേശമാണ്, വളരെ പാതിപാവങ്ങൾ. അതിന്റെ സർവേ നടത്തിയതിന്റെ സീഡിങ്ങൾ നേരത്തെ കണ്ടു. വെസ്റ്റൻഗഡി താലൂക്കിൽ വീടില്ലാതെ ചെറ്റപ്പുറയിൽ താമസിക്കുന്നവർ, ടോയ്ലറ്റ് ഇല്ലാത്തവർ, പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയില്ലാത്തവർ, കിഡ്നി ഫെയിലായവർ, ക്യാൻസർ രോഗികൾ, സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളാണ്. അവരെല്ലാം കണ്ടതുകൊണ്ട്, അവരെ ഈ ഒരു പാവപ്പെട്ട അവസ്ഥ അവിടെയുള്ള ക്രിസ്ത്യാനികൾ കണ്ടതുകൊണ്ട് ക്രൈസ്തവത്തിലേക്ക് മാറ്റാനുള്ള കഠിനമായ ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലാണ് ബഹുമാനപ്പെട്ട തങ്ങളവർ ഈ രംഗത്ത് വിട്ടത്. അങ്ങനെ ആ പരിസരത്തുള്ള 54 നാടിൽ 567 വീടുകൾ, 567 വീടിന് എല്ലാ മാസവും അരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പ്രത്യേകമായൊരു പദ്ധതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാർഡ്, ആ കാർഡ് വിതരണം ചെയ്ത് ആ കാർഡിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മാസവും അരി വിതരണം ചെയ്യും പാവങ്ങൾക്ക്. പിന്നെ 15-ലേറെ പദ്ധതികൾ അവിടെ നടന്നു വരികയാണ്. ഒന്നും രണ്ടല്ല, 15-ലേറെ പദ്ധതികൾ അവിടെ നടന്നു വരുന്നു. പാവങ്ങൾക്ക് അരി കൊടുക്കുന്നതിന് പകരം അതിന് പുറമെ വീട് നിർമ്മിച്ചു കൊടുക്കും, വീട് നിർമ്മാണത്തിന് വേണ്ടി സഹായിക്കും, വെള്ളമില്ലാതെ കിണറില്ലാത്ത വീട്ടിൽ പോയി കിണർ കുടിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും, ടോയ്ലറ്റ് അല്ലാത്ത വീടുകൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കും. വീടിന് ബാധയില്ലാത്ത വീടുകൾ പലതുമുണ്ട്, ചെറിയ ചച്ചപ്പുര മാത്രമാണ്, അത്തരം വീടുകൾക്ക് ബാധ